ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിതാ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് ബാങ്കിൽ നിന്ന്. അപ്പോൾ ഷാരോൺ ഇതാ തമാശേൻ്റെ മോയെ പേരുന്നേനു അനൈ. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോയിട്ട് പൊളിച്ചിട്ട് വരട്ടെ ഗൈസ്. മൊകേരി ബ്രാഞ്ചിൽ നിന്ന് ആദ്യമായിട്ടാണ് ടൂർ പോകുന്നതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മൊകേരി ബ്രാഞ്ചിൽ വന്നിട്ട് ഒരു കൊല്ലം ആയിട്ടാണുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് മൊകേരി ബ്രാഞ്ചിൽ നിന്ന് ടൂർ. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണുള്ളത്. ഇതാണ് നമ്മളെ ബ്രാഞ്ചിൻ്റെ മാനേജർ. അടിപൊളി ടൂറാണ്, നല്ല നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡാക്കിയതാണ്. അപ്പോൾ ഇതാ വയനാട്ടിലെ കോറോത്താണ് വണ്ടി സൈഡാക്കിയിട്ടുള്ളത്. അപ്പോൾ വണ്ടിയിൽ ഏകദേശം എല്ലാ ഫുഡ് കാര്യങ്ങളിൽ എടുത്ത് വന്നതാണ്. ഷാരോൺ ഇതാ ഫുഡെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ലാലുവേട്ടൻ രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. മയമോൾ നമ്മൾ ഫുഡെല്ലാം അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇനി ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല ആവി പറക്കുന്ന പുട്ടുമുണ്ട്. പുട്ടിന് കറി ഷാരോണേ? കടലക്കറിയും പുട്ടുമാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഏരിയ മാനേജറാണ് എല്ലാവർക്കും പിട്ട് കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. പിട്ടും കടലക്കറിയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പിട്ട് കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവരോടും ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നമ്മൾ ഗൈസ് ഇപ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിൻസേച്ചി എങ്ങനെയുണ്ട് പിട്ടും കടലയും? അടിപൊളിയല്ലേ? അമ്മ എങ്ങനെയുണ്ട്? കുറച്ചുകൂടി കഴിക്കാട്ടെ, ഇത് കുറച്ചാണല്ലോ കഴിക്കുന്നില്ല. പ്രിൻസേച്ചി കഴിച്ച് കഴിഞ്ഞാൽ ഒരു പിട്ടും കൂടി എടുത്തോ. എങ്ങനെയുണ്ട്? അടിപൊളി. പിന്നെയും നമുക്ക് ഇങ്ങനെ പുട്ടും കടലയും കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ടൂർ വേണം. പുട്ടും കടലും കഴിക്കാൻ ടൂറൊന്നും പോകണ്ട, ഇങ്ങനെ കാരണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. സന്തോഷട്ടോ. നമ്മളെ രാവിലത്തെ ഭക്ഷണത്തിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അടിപൊളി പുട്ടും കടലക്കറിയാ, അടിപൊളി ടേസ്റ്റ്, അടിപൊളിയായില്ലേ? അങ്ങനെ ഞങ്ങളിതാ ഊട്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. യൂക്കാലിസ് മരങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ വന്ന വണ്ടി. അപ്പോൾ ഇതെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ഗെയിമിനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ? വളരെ മനോഹരമായ വ്യൂ ആണ്. നട്ടുച്ചക്കാണ് നമ്മൾ എത്തിയെങ്കിലും ഇന്ന് പോകാൻ തോന്നില്ല നമുക്ക്. ഞാനിപ്പോഴും അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ലോകത്തിലേക്ക് എത്തിയൊരു പ്രതീതി. അടിപൊളി വ്യൂ കാര്യങ്ങളിലാണ്. അപ്പോൾ പ്രിൻസി ചേച്ചിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. യൂക്കാലിസ് മരങ്ങളെല്ലാം കണ്ട് വണ്ടർഫുൾ വ്യൂ ആണ്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടാ? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? ഇപ്പം മേലോട്ട് തന്നെ നോക്കി നോക്ക്. മേലോട്ട് എങ്ങനെയുണ്ട് കാണാൻ? സൂര്യപ്രകാശം തീരെ താഴോട്ട്. ഹൈറ്റ് അടിപൊളിയല്ലേ? നല്ല ഹൈറ്റ് കാര്യങ്ങൾ, സംഭവം സൂപ്പറാണ്. ആ, ഇനി നമ്മളെ ചേച്ചി എങ്ങനെയുണ്ട്? പൊളി. അമ്മ എങ്ങനെയുണ്ട്? ട്രിപ്പ് എങ്ങനെ? ചേച്ചി എങ്ങനെയുണ്ട്? ഇത് നമ്മളെ സാരഥി ഉള്ളിലുണ്ട്. ഏർപ്പോയി ഇനീഷേട്ടൻ ഏർപ്പോയി. ഇത് നമ്മളെ മായാശേട്ടൻ്റെ മോനാണ്. എങ്ങനെയുണ്ട്? ട്രിപ്പ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഓക്കെ. യൂക്കാലിസ് മരം നമ്മളിപ്പോൾ കുണ്ടേന്ന് മുറിച്ച് വിൽക്കുന്നതാണെങ്കിൽ മേലോളം നമുക്ക് അതിൻ്റെ കാതിൽ കിട്ടും. അതുകൊണ്ട് നല്ല ഇതെങ്ങനെ വെക്കും ഇത്? യൂക്കാലിസ് മരം നല്ല ലാഭകരമായ ബിസിനസ്സാണ്. നമുക്ക് നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഇത്, യൂക്കാലിസ് മരം. ഒന്ന് നിങ്ങൾ ക്യാമറ അങ്ങോട്ട് ഇരിക്കുന്ന അതിൻ്റെ മുകളിലോളം നമുക്ക് ഒറ്റ തടി കിട്ടുന്ന സാധനമാണ് യൂക്കാലിസ് മരം. ലാഭകരമായൊരു ബിസിനസ്സാണിത്. യൂക്കാലിസ് മരത്തിന് ലാലുവേട്ടനെതിരാ. എന്തുകൊണ്ടാണ് നിങ്ങൾ എതിരായ? അത് പറയാം. നിങ്ങൾ പറയണത് പറയൂ ലാലുവേട്ടാ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് എതിരെന്ന് പറയാതെ? വെള്ളം കൂടുതൽ ആകിരണച്ചു, പിന്നെ വരൾച്ച ഉണ്ടാക്കും. യൂക്കാലിസ് മരം കൊണ്ടാ? അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ വെള്ളത്തിന് കുറവുണ്ടാ? വെള്ളം കിട്ടുന്നതല്ലോ. അല്ലല്ല, ഊട്ടിയിൽ മറ്റേ കുഴക്കാൻ അടിച്ചിട്ട് വെള്ളം അടിക്കുന്നത്. വെള്ളം കിട്ടുന്നില്ലേ? യൂക്കാലിസ് ഉള്ളതുകൊണ്ട് വരൾച്ച വരുമെന്നൊന്നും പറയാൻ പറ്റൂല. യൂക്കാലിസ് വെള്ളം കൂടുതൽ ആകിരണം ചെയ്യുന്ന മരമാണ്. ഭൂഗർഭജലം നഷ്ടപ്പെടൂലേ? എല്ലാ സസ്യങ്ങൾക്കും ഈ പിന്നെ എന്താ പറയുക മണ്ണിൽ ജീവിക്കേണ്ട അവകാശമുണ്ട്. അതിന് ലാലു തന്നെ തടയാൻ പറ്റില്ല. അത് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ശരീരത്തിൽ കാണിക്കും. അത് പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ അബ്സോർപ്ഷൻ പിന്നെ വേപ്പറൈസേഷൻ ആയിട്ടൊക്കെ നടക്കും. പിന്നെ ഏറ്റവും നല്ല മെഡിസിനാണിത്. പിന്നെ മെഡിസിനിൽ പറ്റിയ അസുഖത്തിൽ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞതിനെ പറ്റി ഞാൻ തീർത്തും വിയോജിക്കുന്നു ലാലുവിൻ്റെ അഭിപ്രായത്തോട്. അത് ഞാൻ യോജിക്കുന്നുണ്ട്. യൂക്കാലിസ് മരം വളരെ ലെയറായുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടൂല. ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ മരമല്ല ഇത്. എന്താണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇതിനാ. ഇതിൻ്റെ ഭംഗിയാണ് ഇഷ്ടപ്പെട്ടത്. യൂക്കാലി ഓസ്ട്രേലിയ മരം വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും
ഇതിന്റെ ആവശ്യം അത് ഞാൻ പൂർണ്ണമായിട്ട് പിന്നെ നിഷേധിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കപ്പയായാലും കോക്കനട്ട് ആയാലും റബ്ബർ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഇവിടെ വന്നോന്നല്ല. അപ്പം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ള ഈ അവസരവാദമായിട്ടുള്ള രാഷ്ട്രീയം പറയാൻ പോലെ ഡയലോഗ് ഇവിടെ ഒടിമരത്തില്ല, അമ്പലത്തിന്റെ ഒടിമരത്തിന് പറ്റൂ. എനിക്ക് ഇതിന്റെ ഒറ്റ തടിയാണ് ഇഷ്ടപ്പെട്ടത്. ഇത്രയും ആൾക്കാരാണ് നമ്മളെ ട്രിപ്പിൽ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഫുൾ ടീം ഗൈസ്. അപ്പോൾ നമ്മളിതാ നീഡിൽ പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റിന് വരുന്നത് 3 ആൾക്ക് 120 രൂപ ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ 3 ആൾ വരുന്നുണ്ട്. സന്തോഷമായിട്ടുണ്ട്. ഇതാ ഷാരോണിതാ, പിന്നെ ഞാനും. ഗൈസ് ഇതാ നീഡിൽ പോയിന്റ് എന്നുള്ള വ്യൂ. അടിപൊളി വ്യൂ ആണ് സംഭവം. നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും മേലെ കയറി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട്. നമുക്കിവിടെ വന്ന് ഇരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ 2 സൈഡിലും നല്ല അടിപൊളി വ്യൂസ് ആണുള്ളത്. സംഭവം സൂപ്പറാണ്. പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് നമ്മുടെ നീഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തോ ആടോ എന്തോ സാധനം നിൽക്കുന്നുണ്ട്. സന്തോഷേട്ടാ എടുത്തു, നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നീഡിൽ പോയിന്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. ആടോ എന്തെന്നാ അതിൻ്റെ ഉള്ളിൽ കയറണ നോക്കാം. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഊട്ടിയിൽ വരുന്നവർ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഈ 2 സൈഡ് കണ്ടോ, ഇവിടെ കൊക്ക, ഇവിടെ കൊക്ക. ഇപ്പോൾ സംഭവം സൂപ്പറാണ്, അടിപൊളി പ്ലേസാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ നീഡിൽ പോയിന്റിൽ നിന്ന് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. ഫുഡ് നമ്മളെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ച് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ നല്ല ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചോറ്. ഷാറൂണാണ് ചോറ് വിളമ്പുന്നത്. ഇത് പ്രിൻസി ചേച്ചി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രിൻസി ചേച്ചി? എന്തെല്ലാം ഐറ്റംസ് ഉള്ളത്? അമ്മ എങ്ങനെയുണ്ട്? ഫുഡെല്ലാം എങ്ങനെയുണ്ട്? ചിക്കനും എന്തെല്ലാം ഉള്ളത് ഐറ്റംസ്? ഉപ്പേരി എടുത്തിട്ടില്ല അമ്മയ. ഉപ്പേരി എടുത്തിട്ടില്ല. ഉപ്പേരി ഉണ്ട്. ഇതാ ഇതാ 2 ചോറുമായിട്ട് വെക്കുന്നുണ്ട്. ഇതാർക്കല്ലേ 2 ചോറ്? ആ ഓക്കെ. അതിനിടയ്ക്ക് ഉപ്പേരി കൊടുക്കാൻ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ബാക്കിയുള്ളത്? സന്തോഷമായിട്ട് നിങ്ങൾക്കെല്ലാം കിട്ടീനാ? എങ്ങനെയുണ്ട്? സൂപ്പർ കറി. ഉപ്പേരി എടുത്തിട്ടില്ല നിങ്ങൾ? എന്നാ ഉപ്പേരി? ഗൈസ് അങ്ങനെ നമ്മളിതാ ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും മല കയറി പോകുന്നുണ്ട്. കുത്തനെ കയറ്റം കയറണം. അപ്പോൾ ഇതാണ് നമ്മളെ ഷൂട്ടിംഗ് സ്പോട്ട്. ഷൂട്ടിംഗ് സ്പോട്ടിൽ ഏറ്റവും അടിപൊളി വ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡാണ്. അടിപൊളി വ്യൂ ആണ്. പ്രിൻസി ചേച്ചി നിങ്ങൾ കയറി തളർന്നാ? എങ്ങനെയുണ്ട് ഷൂട്ടിംഗ് സ്പോട്ട്? സിന്ധു ചേച്ചി എങ്ങനെയുണ്ട്? ചേട്ടാ പണ്ട് ടിക്കറ്റ് ഇല്ലേനു? അമ്മയെ ഫസ്റ്റ് ഊട്ടിയിൽ വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഊട്ടി? ആ പിന്നെ ഷൂട്ടിംഗ് സ്പോട്ട് എങ്ങനെയുണ്ട്? ഷൂട്ടിംഗ് സ്പോട്ടിന് എയിം പറയും അതിനെപ്പറ്റി. വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇത് നമ്മൾ ഷൂട്ടിംഗ് സ്പോട്ടിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോകാൻ പോവാണ്. എന്നിട്ട് അവിടെ പോയി നൈറ്റ് ഫുഡ് കാര്യങ്ങൾ കഴിക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. ഇതാ ഇവരൊന്നും നോക്കാണ്ട് കഴിക്കുന്നുണ്ട്. ആരും നോക്കുന്നില്ല. ഫുള്ള് ദോശയും ചപ്പാത്തിയും എല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഊട്ടിയിലെ നൈറ്റ് ഫുഡ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ചപ്പാത്തി, ദോശ, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഓർഡർ ചെയ്ത് സെറ്റാക്കിയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് നല്ല സെറ്റാവുന്നുണ്ട്. നമുക്കിതാ ലോക്കൽ ട്രിപ്പ് പോകാൻ വരെ ഊട്ടിയിൽ ഇവിടെ വണ്ടിയുണ്ട്. ഇതാ നമ്മളെ മായശേട്ടൻ്റെ അളിയെ സിനീഷേട്ടൻ. സിനീഷേട്ടൻ ഇതാ വണ്ടി, റൂം, ഫുഡ് എല്ലാം സെറ്റ്. റൂമുണ്ട്, അടിപൊളി റൂമാണ് എല്ലാം. ഇനി ആരെങ്കിലും പാക്കേജ് ട്രിപ്പ് പോകുന്നെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ കോഴിക്കോട് ജില്ല പോലെ ബന്ധമുണ്ട്. ഇവിടെ നേരത്തെ തന്നെ പോലീസുകാർ വന്നിട്ട് ഇവരെ കണ്ടിട്ട് മാറ്റാൻ വേണ്ടിയില്ലേ? അതാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഊട്ടിയിലെ നൈറ്റ് ഡ്രൈവിന് പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഊട്ടിയിലെത്തിയിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്.
കുറെ പെണ്ണുങ്ങൾ ഞാനോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ ഊട്ടിയിൽ സെക്കൻഡ് ഡേയിലെ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ചായ ഉള്ളത്. ഞാനും ഇതാ ലാലുവാട്ടിന് ഇതാ പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ഷാരോണിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഗൈസ്, നമ്മളിതാ ഇവിടുന്നാണ് ചായ കുടിക്കുന്നത്. ഇവരിവിടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഷാരോണെത്തി, സന്തോഷത്തി. എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പല്ല, ഇതിലും വലിയ ടോപ്പാ. നിങ്ങൾ കഴിച്ചാ? കഴിച്ചാ? ഞാൻ കഴിച്ചില്ല, ഇപ്പം കഴിക്കണം. എന്നാ കഴിച്ചേ? പൊങ്കൽ. അപ്പം എന്നാലും നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ലാലുവാട്ടിന് ഇതാ നല്ല ചൂടുള്ള ആവി പറക്കുന്ന പൂരി കഴിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇതാ വട. പപ്പടം പൊടിയും പോലെ പൊടിയുന്നുണ്ട് പൂരി. ഗൈസ്, അങ്ങനെ ഇതാ മഹേഷേട്ടനും പൂരി അയക്കുന്നത്. നല്ല അടിപൊളി പൂരി. പൂരി മാത്രമല്ല, വടയും എല്ലാ സാധനങ്ങളും. മെയിനായിട്ട് വടയാണ് അയക്കുന്നത്. നല്ല സൂപ്പർ വടയും നല്ല അടിപൊളിയുണ്ട്. ഗൈസ്, അങ്ങനെ ഷാറുണ്ട് ഇതാ പൊങ്കൽ വാങ്ങിയിട്ടുണ്ട്. പൊങ്കൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാനും കുറച്ച് ഈ സാമ്പാറും കൂട്ടിയിട്ട് പൊങ്കൽ കഴിച്ച് നോക്കട്ടെ. കുഴപ്പമില്ല. സംഗതി പറഞ്ഞാൽ നമ്മളെ കഞ്ഞീൻ്റെ അകത്ത് കുറച്ച് നെയ്യും ഇതെല്ലാം ആക്കിയ പോലെ ഉണ്ട്. പൊങ്കൽ എപ്പോഴും ഇരിക്കേ ഇങ്ങനെയുണ്ട്. നിങ്ങൾ കഴിച്ചില്ല പൊങ്കൽ? ലാലോട്ടാ, നിങ്ങൾ പൊങ്കൽ കഴിച്ചിട്ടില്ലാലോ? ഞാൻ കഴിച്ചില്ല. പൊങ്കൽ എനിക്ക് വെറൈറ്റി ഫുഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നാടൻ ഫുഡ് മാത്രം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഊട്ടിയിലെ നമ്മളെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓരോ സ്പോട്ടിലേക്ക് പോകാനാണ്. ആദ്യം നമ്മൾ റോസ് ഗാർഡൻ, പിന്നെ എവിടെയാണ് അടുത്തായിട്ട് പോകുന്നത്? സൂയിസൈഡ് പോയിന്റ്. ആദ്യം സൂയിസൈഡ് പോയിന്റില്ല പോകുന്നത്, പിന്നെ റോസ് ഗാർഡൻ. പിന്നെ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇതാ നമ്മളിനി ഊട്ടി ടൗണിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അടുത്ത സൂയിസൈഡ് പോയിന്റിലേക്ക് പോകണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇതാ സൂയിസൈഡ് പോയിന്റ് കാണാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ സൂയിസൈഡ് പോയിന്റിൻ്റെ എൻട്രിയിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. സന്തോഷത്തിന് ഇതാ അമ്മ, ഇതാ ഷാരോൺ, എല്ലാവരും ഉണ്ട്. ഇതാ ബാക്കി ടീംസ് നമ്മളെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. മഴമോൾ ഇതാ പോകുന്നത്. മഴമോൾ ചേച്ചി ലാലോട്ടനാ ഗുണ്ടൻ്റെ തൊട്ട് പോകുന്നുണ്ട്. ലാലോട്ടാ, ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം അല്ലേ? ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം. അടിപൊളി കന്നഡ. എല്ലാവരും കന്നഡ ഫാമിലിയാണ്. അടുത്ത കന്നഡ ഫാമിലി. സൂപ്പർ കന്നഡ. ഗൈസ്, അപ്പോൾ നമ്മളിതാ സൂയിസൈഡ് പോയിന്റിൻ്റെ താഴേക്ക് പോകുമ്പോൾ നല്ല തണുപ്പാണ് അവിടെ. സംഭവം നല്ല വൈബ് ഏരിയ ആണിത്. സംഭവം സൂപ്പറാണ്. ഗൈസ്, ഇതാ സൂയിസൈഡ് പോയിന്റിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. സംഭവം നല്ല അടിപൊളി വ്യൂ ആണ്. സന്തോഷട്ടാ, സൂയിസൈഡ് പോയിന്റ് എങ്ങനെ? സൂയിസൈഡ് പോയിന്റ് വ്യൂ എങ്ങനെ? ആത്മഹത്യ തോന്നുന്നു. അങ്ങനെ തോന്നരുത്. ഷാരോണ, തണുപ്പ് എങ്ങനെയുണ്ട്? ഷാരോണ്ട് ഗൈസ് ലിഫ്റ്റിക്കല്ല ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഗൈസ്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ നല്ല വൈബ് ഏരിയ ആണ്. നല്ല വ്യൂ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. തണുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഇതാ സൂയിസൈഡ് പോയിന്റിന്റെ എൻഡിൽ ഇതാ നമ്മളെ ടീംസ് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് സ്ലിപ്പായിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഗൈസ്, ഇതാണ് സൂയിസൈഡ് പോയിന്റിന്റെ ഏകദേശം എൻഡ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഒന്നും കാണുന്നില്ല, മഞ്ഞായിട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ എൻ്റെ ഏരിയയിൽ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ടീംസ് എല്ലാം ഉണ്ട്. അമ്മയുണ്ട്, ഇതാ മാനേജർ, ഫാമിലി. ഇതാ
മാനേജർ നമ്മളുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സംഭവമാണ് ഐസ്ക്രീം. അതെന്തായാലും കഴിച്ചിരിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഐസ്ക്രീം വന്ന് ഇതാ ചോക്കോ ബാറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോക്കോ ബാർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ അപ്പോൾ ഊട്ടിയിലെ തണുപ്പിൽ നമ്മളങ്ങനെ ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ കഴിച്ചതാ നമ്മളങ്ങനെ ചോക്കോ ബാർ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് കഴിച്ചു നോക്കട്ടെ. ദേഹം കഴിക്കുന്നുണ്ട്, മാനേജർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇതാ ഊട്ടിയിലെ തണുപ്പിൽ നല്ല ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോക്കോ ബാറാണ് വാങ്ങിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഊട്ടിയിലെ ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ച് എങ്ങനെയുണ്ട്? ഡെലിഷ്യസ് ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇനി മാനേജറോട് ചോദിച്ചോക്കെ എങ്ങനെയുണ്ട് ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാൽ വളരെ നല്ല വൈബാണ്. ഒരിക്കലും വിട്ടുപോകരുത്. ഊട്ടിയിലെത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഐസ്ക്രീം കഴിച്ചിരിക്കണം. അത് മസ്റ്റാണ്. ഐസ്ക്രീം കഴിച്ചാലാണ് ആ ഒരു വൈബ് കിട്ടുക. പിന്നെ എങ്ങനെയുണ്ട് ഐസ്ക്രീം കഴിച്ചിട്ട്? അടുത്തത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളെ സിനീഷ് ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സിനിയേട്ടൻ നമ്മളെ ഊട്ടിയിലുള്ള ചോക്ലേറ്റ് ഫാക്ടറി അതേപോലെ തന്നെ ടീ ഫാക്ടറി ഒന്നിച്ചാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്ന സ്ഥലമാണ്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇനി അങ്ങനെ അടുത്ത അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എല്ലാവരും സെറ്റായി നിന്നിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മളിതാ ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ടാഗ് തന്നിട്ടുണ്ട്. ഇതെന്നാ സിനിയേട്ടാ? എൻട്രി ഉള്ളതിന് ടാഗാണ്. ഇതിനുള്ളിൽ കയറാൻ വേണ്ടി ഇത് നമ്മളെ കയ്യിൽ കെട്ടണം. ഓക്കെ ഓക്കെ. അപ്പം ടാഗ് ഒന്ന് ഗൈസ് അങ്ങനെ എനിക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ടാഗ് കിട്ടി. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ എല്ലാവരും നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാഗ് കൈ കെട്ടിക്കും ചേട്ടാ. ടാഗ് കെട്ടിയാലേ ഇവർ ഉള്ളിൽ കയറ്റും തോന്നുന്നു അല്ലേ? ടാഗ് കിട്ടിയിട്ടില്ല അമ്മയാ? ആ ടാഗ് കൈ കെട്ടിക്കോ. നിങ്ങൾക്ക് ടാഗ് കിട്ടിയിട്ടില്ല? അപ്പോൾ എല്ലാവരും ടാഗും കയ്യിലിട്ട് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കയറ്റും എന്ന് പറയുന്നുണ്ട്. ആ എല്ലാവരും ടാഗ് കെട്ടിയിട്ടുണ്ട്. ആ ടാഗെല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. മഹേഷേട്ടൻ്റെ ടാഗ് കെട്ടിക്കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കൂടിയിട്ടുള്ള ഒരു പ്ലേസ്. അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതാ മഹേഷേട്ടനും ഷാരോണും നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസ് കൂടി നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്ത് നോക്കാം. നല്ലൊരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. നല്ലൊരു അടിപൊളി സ്മെല്ല്. ഗൈസ് ഇവിടെ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിവിടെ സാമ്പിൾ ചോക്ലേറ്റ് തരുന്നുണ്ട്. താങ്ക് യു. ഇപ്പോൾ സാമ്പിളായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി കൗണ്ടറുണ്ട്. ഒരു 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ നമ്മളെ ടീംസ് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ഫുൾ ടീംസ് ആർ റെഡി ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടീ ഫാക്ടറി. ടീ ഫാക്ടറി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് ഇതിലെങ്കിൽ വെള്ളം മാത്രം ട്രൈ ചെയ്യും. പിന്നെ പച്ചയില എടുത്ത് മാനുവലി ഇതിലിട്ട് പിന്നെ അവിടെ പോയി പൊടിക്കുക. അതാണ് പ്രോസസ്സിങ്. ക്രഷിങ് ടാരിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ആ ഡ്രമ്മിൽ ക്രഷ് ചെയ്ത പൗഡർ 2 മണിക്കൂർ ഫെർമെൻറ്റേഷൻ ചെയ്യും. അപ്പോഴേ അത് കളർ ഫ്ലേവർ. പിന്നെ താഴെ പോയി ഹീറ്റിംഗ് ആൻഡ് ഡ്രൈ സ്റ്റാർട്ടിങ് ചെയ്ത് പാക്ക് ചെയ്യും. പൗഡർ ആன ശേഷം നമുക്ക് വേണമെങ്കിൽ അത് കൂടെ ഫ്ലേവർ ആഡ് ചെയ്യും. മസാല, ജിഞ്ചർ, ലെമൺ അതുപോലെ. അല്ലെങ്കിൽ അത് നോർമൽ ടീ. ഓക്കെ താങ്ക് യു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പിന്നെ ടീ ഫാക്ടറിയിൽ ഓരോ പ്രോസസ്സിങ് കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നേരത്തെ മറ്റേ അതിൻ്റെ ആൾ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് ഇത് തോന്നുന്നു. ലാസ്റ്റ് ഇത് പൗഡറായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ടീ ഫാക്ടറി എന്നുള്ള വ്യൂ ആണിത്. നല്ല അടിപൊളി വ്യൂ ആണ്. കോട ഉണ്ടെങ്കിൽ ഇതൊന്നും കാണൂല, പക്ഷെ ഇപ്പം നല്ലോണം കാണുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ ടീ ഫാക്ടറിൻ്റെ അകത്തുള്ള ഫാക്ടറി ഔട്ട്ലെറ്റാണിത്. അത് പല തരത്തിലുള്ള ചായപ്പൊടികൾ കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണിത്.
ലുമിൻസ് വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സെയിൽസിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പം നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. നമ്മളിതാ ബോട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ബോട്ട് ഹൗസിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബോട്ട് ഹൗസിലേക്ക് പോവാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫുള്ള് വണ്ടി കാര്യങ്ങളാണ്. പാർക്കിങ്ങിന് തന്നെ നമുക്ക് സ്പേസ് ഇല്ല. അപ്പോൾ നമ്മളെ ട്രാവലർ കുറച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് നമ്മളിങ്ങോട്ട് നടന്നു വന്നിട്ടാണുള്ളത്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മാഷേട്ടൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഊട്ടിയിൽ വന്നാൽ എന്തായാലും നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ് ഹോട്ട് ചോക്ലേറ്റും പിന്നെ സ്ട്രോബെറിയും. സംഭവം നല്ല സൂപ്പറാണ്. അതിൻ്റെ മുന്നേ വന്നപ്പം കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച സാധനമല്ല. ഇത് നമുക്ക് ഗ്ലാസ്സിൽ തരുന്നു. ഇതുപോലെ ഗ്ലാസ് തരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ചെറിയൊരു കപ്പ് തന്ന പേര് പറ്റിച്ച് ഗൈസ്. അപ്പോൾ നമ്മളിതാ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിലെ 2 ദിവസത്തെ ട്രിപ്പിൽ അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. മാഷേട്ടാ, അങ്ങനെ നമ്മളെ 2 ദിവസത്തെ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഗംഭീരമായിരുന്നു. നല്ല നിങ്ങൾ കുറച്ച് സൗണ്ട് പറഞ്ഞോ. ഗംഭീരം, നല്ല വൈബാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ശരവൺ എങ്ങനെയുണ്ട് ട്രിപ്പല്ലോ? സന്തോഷേട്ടാ? കുഴപ്പമില്ല, നല്ല ട്രിപ്പാണ്, നല്ല തണുപ്പാണ്. എന്താ എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട് എന്താ ചേച്ചി? അല്ല പ്രിൻസി ചേച്ചി എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. നിങ്ങൾ ഇതെല്ലാം ഇപ്പം ഒന്നും പറയാനില്ല. എന്നാ പറഞ്ഞൂട്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ്. പ്രകൃതി രമണീയമായ സ്ഥലം. അത് ഇന്നലെയും പറഞ്ഞു ഞാനേ. അതേതാ രമണി? ആര്? അവൻ എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മൾ ബ്രാഞ്ചിലെ ടീം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സാർ പറയൂ. നമ്മളങ്ങനെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അതിൻ്റെ മുമ്പേ എന്തെങ്കിലും പറയാനുണ്ടോ യാത്രേനെ പറ്റി? എക്കാലത്ത് ഓർമ്മിക്കപ്പെടുന്ന സംശയം വേണ്ട. ചേച്ചി എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെ ഞങ്ങൾ ബ്രാഞ്ചിലെ ആൾക്കാരിൽ എങ്ങനെ? മോളെ ടൂർ എങ്ങനെ? സൂപ്പറാ? കേട്ടാ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഗെയിമിനോടും കൂടി ചോദിച്ചോ, എങ്ങനെയുണ്ട് നമ്മളെ യാത്ര? നല്ല വളരെ എൻജോയബിൾ ആയിരുന്നു. ടീം കാര്യങ്ങളെല്ലാം അടിപൊളിയല്ലേ? അതിൽ ഊട്ടിയിൽ സൂയിസൈഡ് പോയിന്റ്, കോൾഡ്, ക്ലൗഡ്, പിന്നെ ക്രൗഡ് എല്ലാം ഉണ്ടായിരുന്നു. സ്നോ. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ഓക്കെ, സൈനിങ് ഓഫ് ഊട്ടിയിൽ.